ഇതിലാ രാധേട്ടാ ഇങ്ങളത്ര പല്ല് ഞമ്മക്കില്ല. എന്റെ പല്ലി പോയി. അല്ല നിങ്ങളെ പല്ലൊന്നും അല്ല ഞാൻ പറയട്ടെ. ഇന്നാലും ഇത്രയും കാലമായിട്ട് ഈ പല്ലൊന്നും പറ്റണില്ലല്ലോ. നമ്മളെ പല്ലൊക്കെ ഒരു 42 ജീവിക്കുകയാണെങ്കിൽ 3 കൊല്ലങ്ങനെ പോയിട്ടുണ്ട്. പല്ല് മുളച്ച് രാധേട്ടനും മമ്മൂട്ടിയൊക്കെ ഏകദേശം ഒരേ ഏജ് ആണല്ലോ. രാധേട്ടനും മമ്മൂട്ടിയില്ല ഒരു പ്രത്യേകം എന്താ പറയുക, മമ്മൂക്കാന്റെ മുടിയും നരച്ചിട്ടില്ല, രാധേട്ടന്റെ മീശയും കാര്യങ്ങളൊന്നും നരച്ചിട്ടില്ല. ആ ഒരു സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവര് ചായ വിട്ടി ചന്ദനം താരിയ ചന്ദനം മണക്കും. അതാണ് അത് കിട്ടി. എന്നാ പോയോക്കല്ലേ. അപ്പൊ ഇതാണ് പെരപ്പണിന്റെ അപ്ഡേറ്റ് കേട്ടോ. വയറിങ് കാര്യങ്ങള് ഫുള്ള് മേലെ കയറിയേക്കണോ? തുറന്നിക്കണോ? തുറന്നോളി. മേലും കൂടി കയറിയേക്കാം. അപ്പൊ നമുക്ക് മേലെ പോയേക്കട്ടോ. ഇതുവരെ വന്നിട്ട് മേലെ പോയേക്കണ്ട. ഇനിയിപ്പോ ഈ ബാർബക്യൂ ഇടാൻ പറ്റിയ സ്പേസ് മുകളിലാണെങ്കിലും ഉള്ളത് നമുക്ക് നോക്കി നോക്കാം. ഈച്ചോ എന്താണ് തപ്പണേ? ഈച്ചോ പൊടിയാ. ആ പാട്ട് പഠിക്കണം അല്ലേ? ഇന്റെ പേരാ ലൈറ്റ് ഇടണ്ട. സെറ്റാക്കി. ഇതെങ്ങനെ സമാധാനത്തിന് ഈ റൂം ശരിയായി. ഒരു റൂം ശരിയായി. ഹൈറ്റും കൂടി. സീലിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും വീടുകൾക്ക്. വൃത്തിയായില്ലോ. റൂമും ബാത്റൂം ഒക്കെ വൃത്തിയാക്കിയോ? ബാ നീ സൈഡ് നോക്കാം. അതോടെ വരി. പ്രോട്ടീന്റെ പെട്ടികളൊക്കെ ഒന്ന് ഓണ്. എല്ലാത്തിലും സാധനമുണ്ട്. അതില് എലൈറ്റ് ഡയമറ്റൈസ്, അടിയിൽ ഡയമറ്റൈസ് IS കൊടുക്കണോക്ക്. അടിയിൽ ഒരു IS കൊടുക്കുന്നുണ്ട്. ISO 100. അതിങ്ങനെ ഒതിരി കാര്യമില്ല. ബ്ലോവർ വെച്ച് അടിച്ചാലും ഇവിടുത്തെ പൊടി പോകില്ല. ഫുള്ള് പൊടിയായില്ലേ? ഫുള്ള് പൊടി പിടിച്ചു. ഈ സാധനം ഞാൻ എങ്ങനെ കറി കയറ്റിയതെല്ലാം ക്ലീനിങ് ടീമിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടി വരും അല്ലേ? അത് പെരപ്പണിയുണ്ട് എന്തായാലും വേണ്ടി വരും. ഷംസോക്ക ഷംസോക്ക എനിക്ക് മിസ്സാണ്. എൻ്റെ ഈ ബെഡാണ്. ഓ ഇതിൽ കിടക്കണ സുഖം ഇത് ബെഡിലുല്ലോ. അങ്ങനെ മൂടിയിട്ടാ നന്നായി. മറ്റേ ഇഞ്ഞേക്ക് പൊടി കയറിയിട്ട് സീനാവും. ശരിക്കും എൻ്റെ റൂമും നമുക്ക് യൂസ് ചെയ്യാലോ. പെയിന്റ് അടിക്കണ്ട, പൊടി തട്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാലോ. എൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ. ഈ റൂമിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ബാ ഇത് തുറന്നു നോക്കാം. അപ്പം അവളെ ഏറ്റവും പുതിയ സ്പേസ് ഇവിടെ കേട്ടോ. ദിസ് ഈസ് അവർ ഹോൾ ന്യൂ ഏരിയ. അപ്പം നമ്മളെ വീട്ടിലെ ഏറ്റവും പുതിയ ഏരിയ, ആരും കാണാത്തൊരു ഏരിയ, സ്പെഷ്യൽ ഏരിയ വരുന്നത് ഈ ഒരു ഏരിയ ആവും. ചെറുപ്പളശ്ശേരിത്തെ പെര പോലത്തെ അതൊക്കെ അലാക്കിന്റെ പെര, 4 കോടിന്റെ 5 കോടിന്റെ പെര അതുപോലല്ല. പുറത്തിങ്ങനെ നിക്ക. അവിടെയും പുറത്തേക്ക് എവിടെയും പുറത്ത് നിക്കാന്നുള്ളൂ. അപ്പൊ ഇത് ഫുള്ള് ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. സംസോ നമ്മള് പണിയൊന്നും സോളാറിലല്ലല്ലോ പോണത്, ഫുള്ള് കറണ്ട് അല്ലേ? സോളാർ എടുക്കല്ലേ? സോളാർ ഇപ്പൊ കണക്ഷൻ അല്ല. ഇവിടെ എന്താ ഈ ഗ്രില്ല് ചുമര് തട്ടിയിട്ട് എന്നിട്ട് അപ്പൊ ഫുൾ സ്പേസ് ആക്കും. പക്ഷെ ഇതൊരു ഓക്കെ ആയി.
അവിടുന്ന് ആക്സസ് ഉണ്ടാവും. ഇതെന്താ എനിക്കൊന്നും വേണ്ട. അല്ല ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഞാൻ താഴത്തെ റൂമിലുണ്ടാവുക. എനിക്ക് സ്റ്റെപ്പ് കയറാൻ മടിയാണ് എനിക്ക്. അതാണ് ഞാൻ അഫീഫിന്റെ മേലത്തെ റൂം കൊടുത്തത്. വയസ്സും പ്രായമൊക്കെ ആവാൻ പോകല്ലേ, അതുകൊണ്ടാണ്. അത് കേട്ടില്ല നിങ്ങളാരും? വയസ്സും പ്രായമൊക്കെ ആവില്ല, അതാണ് സ്റ്റെപ്പ് കയറാനൊന്നും. പണ്ടത്തെ മതിയല്ല. ചില രാജേട്ടൻ്റെ ഇതിന്റെ മുന്നിൽ ഞാൻ എന്ത് ചെയ്യലുണ്ട്, സൈലന്റ് ആയി നിൽക്കലുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അതൊരു റെസ്പെക്റ്റും ആണ്. എനിക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയാത്തതുകൊണ്ടുമാണ്. കാരണം അങ്ങനത്തെ സാധനങ്ങളാണ് ഇടുക. എപ്പോഴും എനിക്ക് സംസാരങ്ങളിൽ വിജയിക്കാൻ പറ്റാത്ത ആൾക്കാരിൽ പെട്ട ആൾക്കാരാണ് രാജേട്ടനൊക്കെ. എപ്പോഴും ഞാൻ തോറ്റു കൊടുക്കും. അതാണ് എനിക്കും മൊത്തത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾക്കും എല്ലാവർക്കും നല്ലത്. ആഴ്ചമാത്ത ചിലപ്പാണ്ട് പറയും, അത് കേട്ടിരിക്കുക മുതിർന്നവർ പറയുമ്പോൾ. ഷംസോക്ക ആഴ്ചമാത്ത ഇടക്ക് വരും. ഈ ഏരിയ എന്താ ചെയ്യാ നമ്മള്? അത് വെള്ളം നിറച്ചൊരു പൂളാക്കിയാൽ മതി. അല്ലേ ചേട്ടാ? നമ്മക്ക് ഈ ബാർബക്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നല്ല മറ്റേ സ്വിമ്മിംഗ് പൂളത്തെ നല്ല നീല ടൈലും കണ്ടിട്ട് ചെറിയ ജാക്കുസി പോലത്തെ കുമ്പളങ്ങനെ പൊന്തി ഇങ്ങനെ വന്നിട്ട് നമ്മളെ ചിക്കനും ബീഫൊക്കെ കണ്ട് സെറ്റ് ആയി നിൽക്കുന്ന ടൈമിൽ ഇങ്ങനെ കണ്ടല്ലോ. ചിക്കന്റെ വർത്താനേ പറയരുത് ബീഫിന്റെ. എന്താ കാരണം ചെറിയ വെള്ളം ഒഴിക്കാൻ. സ്വിമ്മിംഗ് പൂൾ ആക്കിയല്ലേ? ഫുള്ള് അടച്ചാൽ മതി. അവിടെ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് ഇവിടെ ഒരു പൂളാക്കാം. എന്നാ പിന്നെ കാലാകാലം എന്താ വെച്ചാല് മറ്റേ മറ്റേ കൊതുകിനെ മുട്ടടാനും ഇതിനൊക്കെ വലിയ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും ആരും ഇങ്ങളെന്നെ വരേണ്ടത് അങ്ങനെ ഇറങ്ങിപ്പോയാലേ വെള്ളം രാത്രി രണ്ടെണ്ണം വിട്ട് വന്ന് വീക്കണമെങ്കിൽ നിങ്ങളെന്നെ അതിൽ വീക്കുള്ളൂ. മനസ്സിലായി എനിക്ക് മനസ്സിലായി രാധേട്ടാ. അതിനൊരു ഇളക്കുണ്ട്. വല്ലാതെ ഇപ്പൊ ഇങ്ങനെ തൂങ്ങേണ്ട തലമ കൊണ്ട് ഓടി ചാടിയാലേ തൊപ്പി പോലും ഇല്ല ക്ലിങ് അറിയും. അതിനെ അതിജീവിക്കാനേ ചിലപ്പോ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. ഫാന്റസി പാർക്കിന്റെ ടീഷർട്ടൊക്കെ തോന്നി. ഫാന്റസി പാർക്കിന്റെ ടീഷർട്ട് അല്ല, ഞാൻ ഞെട്ടിപ്പോ എന്തറിയോ, ഫോണിക്ക് വന്ന കോൾസിന്റെ ഫാൻസി നമ്പറുകളാണ്. 999 എന്റെ അവിടെ നമ്പർ, 222 എന്റെ അവിടെ നമ്പർ, 477 നമ്പർ, 43 ഇതൊക്കെ ആരാണ്? അന്തർദേശീയ കോണ്ടാക്റ്റുകൾ ആരൊക്കെയാണ്? ആരറിയില്ല. ഞാൻ എടുക്കലേ ഇല്ല. അങ്ങനെ വന്നാല് ഒന്ന് എടുത്ത് നോക്കിക്കോണ്ടി. അറിയില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് വീട് പണിന്റെ അപ്ഡേറ്റ് ഇട്ടാ. അപ്പൊ ആ കുതിരക്കാരന്റെ നമ്പർ ഓന്റെ പേര് എഴുതി വെച്ചിരുന്നു. അപ്പൊ ഫോണിന് പോയോ? എന്താ റാമല്ല ഫീഫിന്റെ XPG ഗെയിമിങ് S70 ബ്ലേഡ് ഡൊമിനേറ്റർ RGB ലൈറ്റ് അല്ലേ ഈശോ? എന്താ ഫീഫിന്റെ ഹെഡ്ഫോൺസിന്റെ ഒക്കെ എന്തോ കുറ്റികളാണ് തോന്നുന്നു. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മളെ ഫുൾ അപ്ഡേറ്റ്സ്. സാധനങ്ങൾ ഫുള്ള് കെട്ടിക്കിടക്കാനുണ്ടോ, ഷൂസുകൾ ഫുള്ള് ഇവിടെ കെട്ടിക്കിടക്കണം. എല്ലാം ഒന്ന് ട്രാക്കിലാവാൻ എനിക്കൊന്ന് നല്ലൊരു സമയം എടുക്കും. എങ്ങനെ ഇതാണ്. അപ്പോൾ വയറിനെ കുറിച്ച് നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് വയസ്സ് തന്നിട്ടുള്ള കേട്ടോ. നമ്മൾ വാങ്ങിയിട്ടുള്ള ടീം വിൽവെക്സ് ആണ്. വിൽവെക്സിൻ്റെ വയസ്സാണ് ഫുള്ള്. അപ്പോൾ വിൽവെക്സിൻ്റെ ഷോറൂമിൽ നമ്മൾ പോയതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹനാൻഷ 120 വയസ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളില്ലല്ലേ, ഉപയോഗിക്കാൻ തുടങ്ങണമല്ലോ. ഓക്കെ ബല ഷോറൂം പോയി നമ്മൾ. മനസ്സിലായി. അടിയിറങ്ങാം. അപ്പം വിൽവെക്സിൻ്റെ ഷോറൂമിൽ നമ്മൾ പോയ വിൽവെക്സ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വയറിൻ്റെ കമ്പനിയാണ്. അതായത് ഒരുപാട് വിൽവെക്സിനെ കുറിച്ച് പഠിക്കാനും അറിയാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ ടൈമിൽ നമ്മൾ കുറേ അറിഞ്ഞ് മനസ്സിലാക്കി, ഉള്ളിൽ കയറി കണ്ട് എങ്ങനെയാണ് വയർ ഉണ്ടാക്കുന്നത്. കോപ്പർ ആദ്യം ഇതാക്കിയിട്ട് പിന്നെ അതിന് കോട്ടിങ് കൊടുത്ത് പിന്നെ ഡബിൾ കോട്ടിങ് കൊടുത്ത് സൗണ്ട്
ഡബിൾ കോട്ടിങ് കൊടുത്ത് ഇത് പേരും ചൂടാവും. ചൂടുള്ളത് ഫുള്ള് വെള്ളത്തിൽ കൂടെ വിട്ടിട്ടാണ് വയറിങ്ങനെ ചുറ്റി 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 വയറുണ്ടാവണ ഫുള്ള് നമ്മള് സീന്. പക്ഷെ ഇത്ര സ്ഥലം മതി വയറുണ്ടാക്കാൻ. ഇനി ബുദ്ധി കൂടി മെഷീനാള് വേണം. നമുക്ക് ഇവിടെ ഉണ്ടാക്കിക്കൂടെ? പറ്റൂലേ മെഷീൻ. എല്ലാം ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലേ നമ്മളെന്നോ എവിടെ എത്തിപ്പോയിനി. ഓരോന്നിനും ഓരോ ആൾക്കാരില്ലേ. അല്ല നമുക്ക് ഒന്ന് കണ്ടു പഠിച്ചാണ്ട് പിന്നാണ്ട് ഉണ്ടാക്കി കൂടെ. എന്നാ രാജേട്ടൻ ഒരു ദിവസം ഞാൻ ഇവിടെ ഉണ്ട്. അല്ല ഇപ്പൊ ചൂടി പിന്നെ കയറ് പിരിക്കുന്നുണ്ട്. ഈ ചൂടി ഇതാക്കിയിട്ടല്ലേ കയറ് പിരിക്കണം. അതിപ്പോ കണ്ടിപ്പോ എത്ര പെണ്ണുങ്ങള് കയറുണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇത് കൈത്തറി അല്ല രാജേട്ടാ വയറ്. കൈത്തറി ഹാൻഡ്ലൂം അല്ല. ആ മെഷീന്റെ സഹായമാണെന്നോ. കോപ്പർ ഉരുക്കി മറ്റേ ടേപ്പർ ചുറ്റി വരണ്ടേ. ആധുനിക മെഷീനുകളുടെ സഹായമാണ്. പിന്നെ ഇതൊക്കെ വർക്കാവണ്ടേ. നല്ല പണി വരും. നല്ല പണി വരും. ആരാന്റെ പേരിൽ ലൈറ്റ് കത്താൻ കാരണക്കാരവിടെ സാധനമാണ് വിടുന്നത്. വയറെ കൂടെ ചൂടാക്കി വെള്ളത്തിൽ കൂടെ ഇറക്കിയിട്ട് എന്തെങ്കിലും ഒരു സിസ്റ്റം ലൈറ്റ് അങ്ങനെ അത് പറഞ്ഞൊരു ഫ്ലവർ ലൈറ്റ് ആണ്. ആൻഷ്യന്റ് നമ്മള് ചൈനന്ന് ഇമ്പോർട്ട്. തിരിയോ ലൈറ്റ് തിരിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ആള് തിരിച്ചോണ്ട് ഇല്ല അങ്ങനെ തിരിയില്ല. ഫാൻ തിരിയും പോലെ ലൈറ്റോ ഏതാ അങ്ങനെ തിരിയുന്ന ലൈറ്റുകളുണ്ടല്ലോ. അല്ല നമ്മൾ അടിയിൽ വെക്കാം. എന്തായാലും കുറെ വയറിങ് കിട്ടണല്ലോ അല്ലേ. അതൊക്കെ പാടും. അത്രയൊക്കെ വയറിങ് അവിടെ നമുക്ക് കാണാം. വീട് പണി കഴിയുമ്പോ കാണാം നമുക്ക്.